ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പ്രകൃതിദത്ത ഹെയർ ഓയിലാണ്. മുടിക്ക് നല്ല കരുത്തും മൃദുത്വവും തിളക്കവും നൽകാൻ സഹായിക്കുന്ന കറ്റാർവാഴ, കറിവേപ്പില, ഉലുവ എന്നിവയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമുക്ക് ആദ്യമായിട്ട് കറ്റാർവാഴയുടെ ഇല കട്ട് ചെയ്തെടുക്കാം. നമ്മളെ അധികം ആൾക്കാരുടെ വീടുകളിലും കറ്റാർവാഴയൊക്കെ കാണും. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു മഞ്ഞ കറയുണ്ട്, അത് നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ഒരു പാത്രത്തിലേക്ക് അങ്ങനെ വെച്ചാൽ മതിയാവും. അതിൻ്റെ കറ തന്നെ പൊക്കോളും. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ നല്ല ഇലകൾ ഇതുപോലെ അടർത്തിയെടുക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓരോ ചേരുവയും പ്രത്യേകത എന്താണെന്നും നമുക്ക് നോക്കാം. കറിവേപ്പില നമ്മുടെയൊക്കെ എല്ലാവരുടെ വീടുകളിലും സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കറിവേപ്പിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വിവിധ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒരു നല്ല പ്രകൃതിദത്ത ചേരുവയാണ് കറിവേപ്പില. കറിവേപ്പില നന്നായി കഴുകിയെടുത്ത ശേഷം വെള്ളം മുഴുവൻ നന്നായിട്ട് തുടച്ച് മാറ്റണം. അതിനുശേഷം കറ്റാർവാഴയാണ്. കറ്റാർവാഴ നമുക്ക് ധാരാളം വെള്ളവും വിവിധ സസ്യഘടകങ്ങളൊക്കെ കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് തലയോട്ടിക്ക് ഈർപ്പം നൽകാനും മുടി വരണ്ടു പോകുന്നത് കുറയ്ക്കാനും സഹായിക്കും. കറ്റാർവാഴ എടുക്കുമ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കാം. അതിനുശേഷം കറിവേപ്പിലയും കറ്റാർവാഴയും നന്നായി കഴുകി തുടച്ചെടുക്കുക. കറിവേപ്പില ഞാനിവിടെ ഒരു 3 വട്ടം കഴുകി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിയ തുണിയിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തുടച്ചെടുക്കണം. ടിഷ്യൂ തുണി എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറ്റാർവാഴ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കറിവേപ്പില മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറ്റാർവാഴയുടെ 2 സൈഡിലുള്ള മുള്ളൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം. നന്നായിട്ട് കഴുകി ഉണങ്ങിയതിന് ശേഷം വേണം ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമുക്ക് കറ്റാർവാഴ കട്ട് ചെയ്തെടുക്കാം. കറ്റാർവാഴയും കറിവേപ്പിലയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. കറ്റാർവാഴ ഇതുപോലെ ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ജെല്ല് മാത്രമായിട്ടും എടുക്കാം, അതിനും കുഴപ്പമില്ല. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കറിവേപ്പിലയും കറ്റാർവാഴയും എല്ലാം ഇതുപോലെ ഒന്നിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. കറ്റാർവാഴയുടെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് എടുത്തതിന് ശേഷം അങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയിൽ പ്രോട്ടീനും വിവിധ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പരമ്പരാഗതമായി മുടിയുടെ പരിചരണത്തിൽ ഉലുവ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഉലുവ മുടിക്ക് മൃദുത്വവും നൽകാനും വരൾച്ച കുറയ്ക്കാനും സഹായിക്കും. അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് വെളിച്ചെണ്ണയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, നമ്മൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. ഈ 3 ചേരുവകളും ചേർന്നാണ് നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത്, ഹെയർ ഓയിൽ. വെളിച്ചെണ്ണ മുടിയിൽ ഉപയോഗിക്കുമ്പോൾ മുടിയുടെ വരൾച്ച കുറയ്ക്കാനും മുടിക്ക് മൃദുത്വം നൽകാനും സഹായിക്കും. ഇനി ഇതെല്ലാം കൂടെ അടിച്ചെടുത്തതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലിട്ട് ചെറിയ തീയിൽ നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ചെറിയ തീയിലായിരിക്കണം ഇതുപോലെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കാച്ചിയെടുക്കണം. തീ കൂടാൻ പാടില്ല. ഇത് വളരെ ഉയർന്ന തീയിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല. കുറഞ്ഞ തീയിൽ പതുക്കെ ചൂടാക്കിയാണ് നല്ലത്. കറ്റാർവാഴയിലെ വെള്ളത്തിൻ്റെ അംശം ഉള്ളതിനാൽ എണ്ണ ചൂടാകുമ്പോൾ ശ്രദ്ധിക്കണം. ചിതറാതിരിക്കാൻ സുരക്ഷിതമായ രീതിയിൽ മാത്രം തയ്യാറാക്കുക. കുറഞ്ഞ തീയിൽ പതുക്കെ ചൂടാകുമ്പോൾ കറിവേപ്പിലയുടെയും ഉലുവയുടെയും ഗുണങ്ങൾ എണ്ണയിലേക്ക് ഇറങ്ങി വരാൻ സഹായിക്കും. കറ്റാർവാഴയിലെ ഈർപ്പം കുറയുകയും ചേരുവകൾ നന്നായി ചൂടാവുകയും ചെയ്യുന്നതുവരെ പതുക്കെ ചൂടാക്കാം. മാക്സിമം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇതെല്ലാം നന്നായിട്ട് തയ്യാറായിട്ടുണ്ടാവും. ഇതുപോലെ ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതിരിക്കാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഈ കറ്റാർവാഴയും കറിവേപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കും. നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് നല്ല പച്ച കളറിലായിരിക്കും വരുന്നത്. നമ്മൾ ആദ്യമൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരുപാട് അളവിൽ ഉണ്ടാക്കാതെ കുറച്ച് അളവിൽ 1 കപ്പ് എണ്ണയിലൊക്കെ ഉണ്ടാക്കുക.
ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അലർജിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനാൽ കുറേശ്ശെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നല്ലതെന്ന് തോന്നുവാണെങ്കിൽ മാത്രം പിന്നീട് ഉണ്ടാക്കിയാൽ മതിയാകും. നല്ല തണുപ്പുള്ളതിനാൽ നമുക്കിത് ആദ്യമായിട്ടൊക്കെ വെക്കുമ്പോൾ ഇതൊരു 10 മിനിറ്റ് കൂടുതൽ തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഇപ്പം നല്ല പച്ച കളറായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ തീയിൽ വേണം ഇട്ട് നമ്മളിത് പാകം ചെയ്യാൻ. ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പൂർണ്ണമായും തണുത്തതിന് ശേഷം വേണം കുപ്പിയിലൊക്കെ ഒഴിച്ചു വെക്കാൻ. ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടോ എണ്ണയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടാകാൻ സാധ്യതയുള്ളതിനാൽ നന്നായി ഉണങ്ങിയ പാത്രവും ചേരുവകളും ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പിലയും കറ്റാർവാഴയൊക്കെ കഴുകിയതിന് ശേഷം ഉണങ്ങിയ തുണിയിൽ തുടയ്ക്കുന്നത്. ഇനി നമുക്ക് അരിപ്പോ അല്ലെങ്കിൽ വെള്ളത്തുണിയൊക്കെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേനും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരം എണ്ണകൾ ചെറിയ അളവിലുണ്ടാക്കി ശരിയായി സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ ചെറിയ അളവിൽ എടുത്ത് തലയോട്ടിയിൽ പുരട്ടി വിരൽ തുമ്പ് കൊണ്ട് പതുക്കെ മസാജ് ചെയ്യാം. അതിനുശേഷം മുടിയുടെ നീളത്തിലും പുരട്ടാം. കുറച്ച് സമയം വെച്ചതിന് ശേഷം സാധാരണയായി ഉപയോഗിക്കുന്ന ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാം. ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും വെക്കേണ്ട. നല്ല തണുപ്പുള്ളതാണ്. എല്ലാവരുടെയും മുടിയുടെ തലയോട്ടിയും ഒരുപോലെയല്ല. അതുകൊണ്ട് ആദ്യമായി ഉപയോഗിക്കുന്നവർ ചെറിയ ഭാഗത്ത് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഉപയോഗം നിർത്തുക. ഞാൻ ഒന്നുകൂടി ഇത് തുണിയിൽ അരിക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ എൻ്റെ മട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ അരിപ്പയിൽ അരിച്ചപ്പോൾ അതിൻ്റെ ഫുള്ള് മട്ട് പോയിട്ടില്ല. അപ്പം ഞാൻ ഒരു കോട്ടൺ തുണിയിൽ ഒന്നും കൂടി അരിച്ചെടുക്കുകയാണ്. ഇതേ രീതിയിൽ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന കറ്റാർവാഴയും കറിവേപ്പിലയും ഉലുവയും ചേർത്ത വെളിച്ചെണ്ണ ഇത് തയ്യാറായിട്ടുണ്ട്. മുടിക്ക് ആവശ്യമായ പരിചരണം നൽകുന്നതിൽ സ്ഥിരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പിന്നീട് കാണാം. ഇതുപോലുള്ള കൂടുതൽ നാടൻ രീതിയിലുള്ള ഹെയർ കെയർ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.